ഞാനിവിടെ കുറച്ച് മത്തി എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വരഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത് നന്നായി വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മത്തി ഓരോന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഉള്ളിലേക്ക് പോകുന്ന പോലെ ആക്കി വെക്കണം. മത്തി ഇതിലേക്കിട്ട് നന്നായി ഇളക്കി എല്ലായിടത്തും ആവുന്നത് പോലെ മിക്സ് ചെയ്യണം. അതിനുശേഷം 1 മണിക്കൂർ നേരം പുറത്ത് വയ്ക്കണം. അതിലൊക്കെ നന്നായിട്ട് മുളകും ഉപ്പും എല്ലാം ചേരുവാൻ വേണ്ടിയാണ് അങ്ങനെ വയ്ക്കുന്നത്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായി. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി. നമ്മൾ നേരത്തെ മത്തിയിൽ മുളക് പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് തട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി അത് ഓരോന്നായി ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഓരോന്നായി മറിച്ചിടാം. ഇതിൻ്റെ മറ്റേ ഭാഗം മുരിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ മത്തി മുരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയ മത്തി നമ്മൾ മുളക് പൊറ്റി വെച്ചതൊക്കെ വറുത്ത് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നന്നായിട്ട് വറുത്താൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കറുമുറുവും നമുക്ക് കടിച്ച് തിന്നാൻ സുഖമാണ്.